നമസ്കാരം. എന്താണ് ഒരു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ? എന്തുകൊണ്ടാണ് ഒരു കേസിന്റെ ട്രയൽ നടക്കുമ്പോൾ പോലീസും കോടതിയും ഈ നമ്പറിനെ ഇത്രമാത്രം ആശ്രയിക്കുന്നത്? കേരളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് നടൻ ദിലീപ് ഉൾപ്പെട്ട കേസിൽ ആ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എന്ന ഈ സാങ്കേതിക പദത്തിന് ഇത്രയേറെ പ്രാധാന്യം എന്തുകൊണ്ടാണ്? എന്താണ് ഒരു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ എന്നും അതെങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നുവെന്നും എങ്ങനെയെല്ലാം ഇതിൽ മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ട് എന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ചെറുതല്ല കാര്യത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഹാഷ് വാല്യൂ? ഹാഷ് വാല്യൂ എന്നത് ഒരു ഡിജിറ്റൽ വിരലടയാളമാണെന്ന് പറയാം. MD5, SHA-1 അല്ലെങ്കിൽ SHA-256 പോലെയുള്ള ഗണിതശാസ്ത്ര അൽഗോരിതങ്ങൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. നിങ്ങളുടെ മെമ്മറി കാർഡോ ഫയലോ ഒരു ഹാഷിംഗ് ടൂളിലൂടെ കടത്തിവിടുമ്പോൾ അക്കങ്ങളും അക്ഷരങ്ങളും അടങ്ങിയ ഒരു നീണ്ട നിര ലഭിക്കും. ഇതാണ് ഹാഷ് വാല്യൂ. കാർഡിനുള്ളിലെ ഓരോ ബിറ്റ് ഡാറ്റയും ഈ അടയാളത്തെ അല്ലെങ്കിൽ ഈ ഹാഷ് വാല്യൂവിനെ സ്വാധീനിക്കുന്നുണ്ട്. ഡാറ്റയിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ പോലും ഹാഷ് വാല്യൂ പൂർണ്ണമായും മാറും. അതുകൊണ്ട് ചുരുക്കത്തിൽ ഹാഷ് എന്നത് ഡാറ്റയുടെ മൊത്തം തുകയും അതിന്റെ വിരൽ അടയാളവുമാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അതേപോലെ ഡാറ്റയിലെ മാറ്റം എന്ന് പറഞ്ഞാൽ ഹാഷിലെ മാറ്റം ആണ്. ആരാണ് ഹാഷ് വാല്യൂ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ നൽകുന്നത്? മെമ്മറി കാർഡുകൾക്ക് ഇൻബിൽറ്റ് ആയി ഹാഷ് വാല്യൂ ഇല്ല. നിങ്ങൾ കടയിൽ നിന്ന് ഒരു മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ അതിന് കൂടെ ഒരു ഹാഷ് വാല്യൂ ലഭിക്കുന്നില്ല. സാൻഡിസ്ക്, സാംസങ്, കിങ്സ്റ്റൺ തുടങ്ങിയ കമ്പനികൾ കാർഡിന് ഒരു ഹാഷ് വാല്യൂ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല, നൽകുന്നില്ല. ഹാഷ് വാല്യൂ എന്നത് കാർഡിന്റെ ഒരു ഗുണമല്ല, മറിച്ച് ഒരു പ്രത്യേക സമയത്ത് ആ കാർഡിനുള്ളിലെ ഡാറ്റയുടെ പ്രത്യേകത മാത്രമാണ്. നിങ്ങളൊരു മെമ്മറി കാർഡ് നിങ്ങളുടെ ഫോണിലോ ഡിജിറ്റൽ ക്യാമറയിലോ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ CCTV സിസ്റ്റത്തിലോ ഉപയോഗിക്കുമ്പോൾ ഈ ഉപകരണങ്ങൾ ഹാഷ് വാല്യൂ കണക്കാക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അവ സാധാരണ പോലെ ഫയലുകൾ വായിക്കുകയും എഴുതുകയും ചെയ്യുന്നു. ഇത്തരം ഉപകരണങ്ങൾ ഡേറ്റയുടെ സുരക്ഷിതത്വം അഥവാ ഇന്റഗ്രിറ്റി പരിശോധിക്കുന്നില്ല, അതിന്റെ കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഉപകരണങ്ങൾ ഹാഷ് വാല്യൂ സൃഷ്ടിക്കുന്നില്ല, അവയിലെ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ സാധാരണ ദൈനംദിന ഉപയോഗത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡിൽ ഒരു ഹാഷ് വാല്യൂ സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നതാണ് സത്യം. ആരെങ്കിലും ഒരു ഹാഷിംഗ് ടൂൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ ഹാഷ് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. FGK ഇമേജർ, എൻകേസ്, ഓട്ടോപ്സി, ഹാഷ് കാൽക് എന്നിവയെല്ലാം ഹാഷിംഗ് ടൂളിനുള്ള ചില ഉദാഹരണങ്ങളാണ്. ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥന് മെമ്മറി കാർഡ് ലഭിക്കുമ്പോൾ അവർ അതൊരു റൈറ്റ് ബ്ലോക്കർ വഴി കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നു. ഈ റൈറ്റ് ബ്ലോക്കർ എന്തിനാണെന്ന് ചോദിച്ചാൽ അബദ്ധത്തിൽ പോലും ഡാറ്റയിൽ മാറ്റങ്ങൾ വരുന്നത് തടയാൻ വേണ്ടിയാണ്. തുടർന്ന് അവർ MD5, SHA-1 അല്ലെങ്കിൽ SHA-256 എന്നിവ പോലെയുള്ള ഏതെങ്കിലും ഹാഷിംഗ് അൽഗോരിതങ്ങൾ പ്രവർത്തിക്കുന്നു. ഇത്തരം ഹാഷിംഗ് അൽഗോരിതങ്ങൾ ആ മെമ്മറി കാർഡിലെ മൊത്തം ഡാറ്റയും അപഗ്രഥിച്ച് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ അക്കങ്ങളും അക്ഷരങ്ങളും ചേർന്ന ഒരു നീണ്ട നിര സൃഷ്ടിക്കുന്നു. അക്കങ്ങളും അക്ഷരങ്ങളും ചേർന്ന ഈ സ്ട്രിംഗ് ആണ് ഫോറൻസിക് റിപ്പോർട്ടിൽ ഔദ്യോഗിക ഹാഷ് വാല്യൂ ആയി രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആരാണ് ഹാഷ് വാല്യൂ നൽകുന്നത്? ആ മെമ്മറി കാർഡിന്റെ നിർമ്മാതാക്കളല്ല, അതുപയോഗിക്കുന്ന ഉപകരണമല്ല, ആ ഉപകരണം അല്ലെങ്കിൽ മെമ്മറി കാർഡ് തനിയെയുമല്ല. ഒരു കേസിനാസ്പദമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുമ്പോൾ അത്തരം ഡിജിറ്റൽ തെളിവുകൾ കൈകാര്യം ചെയ്യുന്ന ഫോറൻസിക് ഉദ്യോഗസ്ഥനാണ് ആ മെമ്മറി കാർഡിന്റെ അല്ലെങ്കിൽ ആ ഡിവൈസിന്റെ ഉപകരണത്തിന്റെ ഹാഷ് വാല്യൂ കണക്കാക്കി നിശ്ചയിച്ച് രേഖപ്പെടുത്തുന്നത്. ഡിജിറ്റൽ തെളിവുകളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എന്ന് തെളിയിക്കാൻ, മെമ്മറി കാർഡിന്റെ കൃത്യമായ അവസ്ഥ മനസ്സിലാക്കാൻ, ഭാവിയിൽ കോടതിയിൽ ഇതിന്റെ വെരിഫിക്കേഷൻ സാധ്യമാക്കാൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഹാഷ് വാല്യൂ നിർണയിച്ച് രേഖപ്പെടുത്തുന്നത്. പോലീസ് കേസുകളിൽ മാത്രമാണോ ഹാഷ് വാല്യൂ ഉപയോഗിക്കുന്നത്? നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഫയലിനും ഹാഷ് വാല്യൂ തയ്യാറാക്കി സൂക്ഷിക്കാം. എന്നാൽ പോലീസ്, നിയമം, സൈബർ ക്രൈം, ഫോറൻസിക് അന്വേഷണങ്ങൾ എന്നിവയിൽ ഹാഷ് വാല്യൂ നിർബന്ധമാണ്. സീഷർ ഓഫ് എവിഡൻസ് അഥവാ തെളിവുകൾ പിടിച്ചെടുക്കുമ്പോൾ ചെയിൻ ഓഫ് കസ്റ്റഡി ഉറപ്പാക്കാൻ, കോടതിയിൽ സമർപ്പിക്കാൻ, പ്രതിഭാഗം വിദഗ്ധർക്ക് പരിശോധിക്കാൻ എന്നിങ്ങനെയുള്ള നിയമ നൂലാമാലകൾക്കെല്ലാം ഹാഷ് വാല്യൂ നിർബന്ധമാണ്. അതുകൊണ്ട് പ്രായോഗികമായി മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഇത്തരം ഡിജിറ്റൽ സങ്കേതങ്ങൾ ഒരു തെളിവായി മാറുമ്പോൾ മാത്രമാണ് ഹാഷ് വാല്യൂവിന് പ്രാധാന്യം ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥന് മാത്രമേ ഹാഷ് വാല്യൂ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ? ഒരു തെളിവ് എന്ന നിലയിൽ അതെ എന്നാണ് ഉത്തരം. ഒരു പോലീസ് കേസിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ആണ് ഔദ്യോഗിക ഹാഷ് വാല്യൂ തയ്യാറാക്കുന്നത്. എന്നാൽ ഹാഷിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും ഹാഷ് വാല്യൂ നിർമ്മിക്കാൻ സാധിക്കും. പക്ഷേ നിയമപരമായി നിലനിൽക്കുന്നത് ഔദ്യോഗിക ഫോറൻസിക് ഹാഷ് മാത്രമാണ്. എന്താണ് ഹാഷ് വാല്യൂവിന്റെ പ്രസക്തി? ഹാഷ് വാല്യൂ ഡാറ്റയുടെ ഇന്റഗ്രിറ്റി അഥവാ സുരക്ഷിതത്വം തെളിയിക്കും.
ഇന്റഗ്രിറ്റി എന്നാൽ യഥാർത്ഥ ഡാറ്റയിൽ മാറ്റം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. രണ്ട് ഹാഷ് വാല്യൂകൾ ഒന്നാണെങ്കിൽ, അതായത് മാച്ച് ആവുന്നുണ്ടെങ്കിൽ, തെളിവുകൾ തൊടാതെ ആരാലും തുറക്കപ്പെടാതെ സുരക്ഷിതമായി ഇരിക്കുന്നുവെന്ന് കോടതിക്ക് ഉറപ്പിക്കാം. ഹാഷ് വാല്യൂ മിസ്മാച്ച് ആകുന്നുവെങ്കിൽ തെളിവുകൾ ആരെങ്കിലും തുറന്നു നോക്കുകയോ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ നശിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ടാകാം എന്ന് അനുമാനിക്കാം. അതുകൊണ്ടാണ് ഡിജിറ്റൽ തെളിവുകൾ എപ്പോഴും അവയുടെ ഹാഷ് വാല്യൂവിനൊപ്പം സമർപ്പിക്കുന്നത്. എങ്കിൽ ഹാഷ് വാല്യൂ മാറുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ഹാഷ് വാല്യൂ എന്നത് ഒരു ഡിജിറ്റൽ വിരലടയാളം പോലെയാണ് എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ കൈവിരലിൽ ഒരു മുറിവുണ്ടായാൽ വിരലടയാളത്തിൽ മാറ്റം വരുന്നത് പോലെ മെമ്മറി കാർഡിനുള്ളിലെ ഡേറ്റയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഈ ഡിജിറ്റൽ വിരലടയാളവും മാറും. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു പുതിയ ഫയൽ ചേർക്കുന്നത് ഹാഷ് വാല്യൂ മാറ്റും. മെമ്മറി കാർഡിനെ ഒരു പുസ്തകമായി സങ്കല്പിക്കുക. അതിലെ ഓരോ പേജിന്റെയും ഓരോ വാക്കിന്റെയും സംഗ്രഹമാണ് ഹാഷ് വാല്യൂ. ഇനി അതിലേക്ക് ഒരു പുതിയ പേജ് ചേർത്താൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായും സംഗ്രഹം മാറും. സാങ്കേതികമായി പറഞ്ഞാൽ ഒരു പുതിയ ഫയൽ അത് എത്ര ചെറുതാണെങ്കിലും കാർഡിലേക്ക് ചേർക്കുമ്പോൾ കാർഡിലെ മൊത്തം ഡാറ്റയുടെ അളവ് കൂടും. ഫയൽ സിസ്റ്റം ഒരു പുതിയ എൻട്രി രേഖപ്പെടുത്തും. മെറ്റാഡാറ്റയിൽ, അതായത് സമയക്രമം, ഫോൾഡർ ഘടന എന്നിവയിൽ മാറ്റം വരും. ഇതെല്ലാം ഹാഷ് വാല്യൂ മാറാൻ കാരണമാകും. ചുരുക്കത്തിൽ ഒരു ഫയൽ ചേർത്താൽ ഹാഷ് വാല്യൂ പൂർണ്ണമായും മാറും. അതേപോലെ തന്നെ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യുന്നതും ഹാഷ് വാല്യൂ മാറ്റും. ഒരു ഫയൽ നീക്കം ചെയ്യുന്നതും, ആ ഫയൽ എത്ര ചെറുതാണെങ്കിലും ശരി, നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ഫയലിന്റെ ഡാറ്റ നീക്കം ചെയ്തതായി അടയാളപ്പെടുത്തുന്നു. കാർഡിൽ സ്ഥലം ഒഴിയുന്നു, ഡയറക്ടറി സ്ട്രക്ചർ പുതുക്കപ്പെടുന്നു, ടൈം സ്റ്റാമ്പുകൾ മാറുന്നു. അതുകൊണ്ട് ഒരു ഫയൽ ഡിലീറ്റ് ചെയ്താൽ ഹാഷ് വാല്യൂ അടിമുടി മാറും. ഹാഷ് വാല്യൂകൾ അതീവ സൂക്ഷ്മമാണ്, സെൻസിറ്റീവാണ്. ഏറ്റവും ചെറിയ മാറ്റം പോലും അവ തിരിച്ചറിയുന്നു. ഒരു ബൈറ്റ് ഡാറ്റയിൽ, അതായത് കേവലം ഒരു 0 അല്ലെങ്കിൽ 1 മാറിയാൽ പോലും മുഴുവൻ ഹാഷ് വാല്യൂവും പാടെ മാറിപ്പോകും. ഈ കൃത്യതയാണ് ഹാഷ് വാല്യൂവിനെ ശക്തമായ ഒരു ഫോറൻസിക് ടൂൾ ആക്കി മാറ്റുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു ഫയൽ തുറന്നു നോക്കിയാൽ ഹാഷ് വാല്യൂ മാറുമോ? ഭൂരിഭാഗം സന്ദർഭങ്ങളിലും ഇല്ല. ഒരു ഫയൽ തുറക്കുമ്പോൾ സിസ്റ്റം അത് വായിക്കുക, അതായത് റീഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. വായിക്കുന്നത് കൊണ്ട് ഉള്ളടക്കത്തിൽ മാറ്റം വരുന്നില്ല. അതുകൊണ്ട് സാധാരണയായി ഹാഷ് വാല്യൂ അതേപടി തുടരും. എന്നാൽ ഫയലിന്റെ തരവും ഉപയോഗിക്കുന്ന ഉപകരണവും അനുസരിച്ച് ഇതിന് ചില അപവാദങ്ങളുണ്ട്, അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് പൊതുവിൽ നമുക്ക് ഇങ്ങനെ പറയാം. നിങ്ങളൊരു വീഡിയോ ഫയൽ തുറക്കുമ്പോൾ, ഒരു ഫോട്ടോ കാണുമ്പോൾ, റീഡ് ഓൺലി മോഡിൽ ഒരു രേഖ തുറക്കുമ്പോൾ, ഒരു മീഡിയ ഫയൽ പ്ലേ ചെയ്യുമ്പോൾ അതിൽ അന്തർലീനമായ ഡാറ്റയിലോ മെറ്റാ ഡാറ്റയിലോ മാറ്റം വരാത്തത്തോളം ഹാഷ് വാല്യൂവിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഹാഷ് വാല്യൂ മാറിയേക്കാം. ചില ആപ്പുകൾ ഫയൽ തുറക്കുമ്പോൾ തന്നെ അതിൽ തനിയെ മാറ്റങ്ങൾ വരുത്തുകയോ മെറ്റാ ഡാറ്റ സേവ് ചെയ്യുകയോ ചെയ്തേക്കാം. ഉദാഹരണത്തിന് ഒരു ഫോട്ടോ ഗാലറി ആപ്പ് അവസാനം കണ്ട സമയത്തിൽ മാറ്റം വരുത്തും. ഒരു ഡോക്യുമെന്റ് എഡിറ്റർ ഫയൽ ഓട്ടോ സേവ് ചെയ്യുമ്പോൾ, ചില സിസ്റ്റങ്ങൾ മറഞ്ഞിരിക്കുന്ന പ്രിവ്യൂ ഫയലുകൾ നിർമ്മിക്കുമ്പോൾ, ചില മീഡിയ പ്ലെയറുകൾ തമ്പനെയിൽ കാഷെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ, ഇങ്ങനെയെല്ലാം സംഭവിച്ചാൽ മെമ്മറി കാർഡിന്റെ ഫയൽ ഘടനയിൽ മാറ്റം വരികയും തൽഫലമായി ഹാഷ് വാല്യൂ മാറുകയും ചെയ്യും. ഒരു ഫയൽ കോപ്പി ചെയ്താൽ ഹാഷ് വാല്യൂ മാറുമോ? സാധാരണയായി ഇല്ല. ഒരു ഫയൽ കോപ്പി ചെയ്യുമ്പോൾ സിസ്റ്റം ഡാറ്റ വായിക്കുകയും അതിന്റെ പകർപ്പ് മറ്റൊരിടത്ത് എഴുതുകയുമാണ് ചെയ്തത്. ഇത് യഥാർത്ഥ ഫയലിൽ മാറ്റം വരുത്തുന്നില്ല. അതുകൊണ്ട് ഒരു സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ഫയൽ കോപ്പി ചെയ്യുമ്പോൾ ഹാഷ് വാല്യൂ മാറ്റമുണ്ടാവുകയില്ല. എങ്കിലും സിസ്റ്റം രഹസ്യമായി ചില പ്രവർത്തനങ്ങൾ നടത്തിയാൽ കോപ്പി ചെയ്യുമ്പോഴും ഹാഷ് വാല്യൂ മാറിയേക്കാം. ചില ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകൾ, താൽക്കാലിക ഫയലുകൾ അല്ലെങ്കിൽ ടെമ്പററി ഫയൽ സൃഷ്ടിക്കുക, പ്രിവ്യൂ തമ്പനെയിലുകൾ ഉണ്ടാക്കുക, ഫോൾഡർ മെറ്റാഡാറ്റ അപ്ഡേറ്റ് ചെയ്യുക, അവസാനം ആക്സസ് ചെയ്ത വിവരങ്ങൾ മാറ്റുക എന്നിവ ചെയ്യുമ്പോൾ ഹാഷ് വാല്യൂവിൽ മാറ്റം വരാം. ഫോറൻസിക് ലാബുകളിൽ ഇത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് വിദഗ്ധർ റൈറ്റ് ബ്ലോക്കറുകൾ ഉപയോഗിച്ചുകൊണ്ട് മെമ്മറി കാർഡുകൾ പരിശോധിക്കുന്നത്. ഇവ കാർഡിലെ വിവരങ്ങൾ വായിക്കാൻ അനുവദിക്കുകയും കാർഡിലേക്ക് പുതിയ വിവരങ്ങൾ എഴുതുന്നത് തടയുകയും ചെയ്യും. ചുരുക്കത്തിൽ ഒരു ഫയൽ ചേർത്താൽ ഹാഷ് വാല്യൂ മാറും, ഒരു ഫയൽ ഡിലീറ്റ് ചെയ്താൽ ഹാഷ് വാല്യൂ മാറും, ഫയലിൽ മാറ്റം വരുത്തിയാൽ ഹാഷ് വാല്യൂ മാറും, ഫയൽ തുറന്നാലോ കോപ്പി ചെയ്താലോ സാധാരണയായി ഹാഷ് വാല്യൂ മാറാറില്ല. എന്നാൽ ഉപകരണം രഹസ്യമായി ഡാറ്റയോ മെറ്റാഡാറ്റയോ എഴുതിയാൽ ഹാഷ് വാല്യൂ മാറും. ഈ കാരണം കൊണ്ടാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിലെ ഹാഷ് വാല്യൂ വിവാദം ഇത്രമാത്രം ഗൗരവമുള്ളതായത്. കാരണം ഹാഷ് വാല്യൂ മാറിയത് ആരെങ്കിലും മനഃപൂർവ്വം തിരുത്തിയത് കൊണ്ടാണോ, അതോ സിസ്റ്റം തനിയെ നടത്തിയ പശ്ചാത്തല പ്രവർത്തനങ്ങൾ അഥവാ സിസ്റ്റം ലെവൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് കൊണ്ടാണോ? കോടതിയുടെ സംരക്ഷണത്തിലിരുന്ന മെമ്മറി കാർഡിലാണ് ഹാഷ് വാല്യൂ മാറിയത് എന്നുള്ളതാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രശ്നം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഹാഷ് വാല്യൂ എന്നത് അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും ഒരു നീണ്ട നിര അല്ലെങ്കിൽ ഒരു കൂട്ടമല്ല. ഇന്നത്തെ ഈ ആധുനിക സാങ്കേതിക യുഗത്തിൽ ഡിജിറ്റൽ സത്യത്തിന്റെ കാവൽക്കാരനാണ് ഹാഷ് വാല്യൂ.
ഹാഷ് വാല്യൂ ഡിജിറ്റൽ തെളിവുകളെ സംരക്ഷിക്കുന്നു. അതുപയോഗിച്ചുകൊണ്ട് വാദിക്ക് അല്ലെങ്കിൽ ഇരയ്ക്ക് ലഭിക്കേണ്ട നീതി കൂടി സംരക്ഷിക്കുന്നുണ്ട് ഹാഷ് വാല്യൂ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. നടിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ടമാന ഭംഗത്തിന് ഇരയാക്കിയ നടൻ ദിലീപിനെ പോലെ ഉന്നത ശ്രേണിയിലുള്ള പ്രതികൾ ഉൾപ്പെട്ട ഇത്തരം കേസുകളിൽ ഹാഷ് വാല്യൂനുണ്ടാകുന്ന ഡിജിറ്റൽ തെളിവുകളിലെ ഹാഷ് വാല്യൂനുണ്ടാകുന്ന ചെറിയ മാറ്റത്തിന് പോലും മുഴുവൻ അന്വേഷണത്തെയും വിചാരണയെയും അടിമുടി മാറ്റിമറിക്കാൻ സാധിച്ചേക്കാം. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും